ഹലോ എവരി വൺ. നമ്മൾ നിർത്തിയിരിക്കുന്നത് ഓപ്പറേറ്റേഴ്സിൻ്റെ തേർഡ് ക്ലാസ്സുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്ത പോർഷനാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പം ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 6 എണ്ണമാണുള്ളത്. നമ്മുടെ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, ഓർ, അതുപോലെ തന്നെ ക്യാരറ്റ് സിമ്പിൾ, ടിൽഡി സിമ്പിൾ, അതുപോലെ തന്നെ ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത്രയും എണ്ണമാണ് നമ്മുടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ 2 ആൻഡ് സിമ്പിൾ ഇടുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മൾ ആൻഡ് സിമ്പിൾ ഇടുമ്പോഴത്തേക്കും ഒരു ആൻഡ് മതി. അപ്പോൾ ഈ ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ 2 നമ്പേഴ്സും ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് കിട്ടും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ 0 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ആ രീതിയിൽ 2 നമ്പേഴ്സിനെ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഓർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ഓപ്പറേറ്ററും യൂസ് ചെയ്യുന്നു. ഇതിനകത്തൊരു എക്സാമ്പിൾ നോക്കുക. നമ്മുടെ എയ്ക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ബൈനറി വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിക്കും ഒരു ബൈനറി വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡെസിമൽ വാല്യൂസ് ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. എങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബൈനറി വാല്യൂസാണ്. ആൻഡ് ഓപ്പറേഷനാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പം ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പം ഇവിടെ 0 ആണ് ലാസ്റ്റ്, ഇവിടെ 1 ആണ് ലാസ്റ്റ്. അപ്പം രണ്ടും സെയിം നമ്പർ ആണെങ്കിൽ, രണ്ടും സെയിം ആയിട്ട് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം, 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ ഇവിടെ 1 എന്ന് പറഞ്ഞ് കിട്ടുകയുള്ളൂ. ഇവിടെ 1ഉം ഇവിടെ 0 ആയതുകൊണ്ട് നമുക്കിവിടെ 0 എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്, നമുക്ക് ഔട്ട്പുട്ടിൽ ഇവിടെ 0 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ രണ്ടും ട്രൂ ആണെങ്കിൽ നമുക്കിവിടെ ട്രൂ ആയിട്ട് കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓർ ഓപ്പറേഷൻ. ഓർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു നമ്പർ, ഏതെങ്കിലും ഒരു ഡിജിറ്റ് 1 ആയിട്ടുണ്ടെങ്കിൽ, ട്രൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അല്ലാതെ വരുന്ന കേസുകളിലെല്ലാം നമുക്ക് 0 എന്ന് പറഞ്ഞ് എഴുതാം. അല്ലാതെ ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ എയ്ക്കകത്തും ബിക്കകത്തും ഒരേപോലെ 0 വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും. ബാക്കിയുള്ള കേസിലെല്ലാം 1 വരും. അതിനെയാണ് ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം എ ഓർ ബി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു 0യുടെയും ഈ 1ൻ്റെയും കേസ് എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം 1 ആയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിലും 1 കിട്ടും. ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഒരു 1 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിട്ട് കിട്ടി. അപ്പോൾ ഇതേ സെയിം ആയിട്ട് തന്നെയാണ് ബാക്കിയും ചെയ്തു പോകുക. അപ്പോൾ ഇവിടെ 0 ആണ്, രണ്ടാമത്തെ ഡിജിറ്റ് ഇവിടെ 0 ആണ്, രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ടിലും 0 വരും. അങ്ങനെയാണ് ഇവിടെ 0 വന്നത്. ഇത്തരത്തിലാണ് ഓർ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഓർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തുള്ളത് ക്യാരറ്റ് സിമ്പിളാണ്. അപ്പോൾ ക്യാരറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് എക്സോർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തുള്ള ടിൽഡി സിമ്പിളാണ്. ടിൽഡി സിമ്പിൾ യൂസ് ചെയ്യുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് നമ്പറാണോ ഉള്ളത് ആ നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഇപ്പോൾ 0 ആണെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റ് എഴുതുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 1 വരും. 4 1 കിടപ്പുണ്ട്. അപ്പോൾ 1ൻ്റെ ഓപ്പോസിറ്റായിട്ട് 0s ആയിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ഇവിടെ 0 കിടപ്പുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 1 ആയിരിക്കും വൺസ് കോംപ്ലിമെൻറ്റിൽ വരിക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 0 ആണ്, ഇവിടെ വന്നപ്പം 1 1 ആയി. ഇവിടെ 4 1 കിടപ്പുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 4 zeros ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിൽഡി സിമ്പിൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും ഉള്ളത് 2 എണ്ണം ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും അതുപോലെ തന്നെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സുമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ബൈനറി വാല്യൂസിനകത്തെ ഡിജിറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് എ ലെഫ്റ്റ് ഷിഫ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം എക്ക് തന്നിരിക്കുന്നതിനകത്തെ ലെഫ്റ്റ് സൈഡിലുള്ള 2 നമ്പേഴ്സിനെ ഷിഫ്റ്റ് ചെയ്യുക. എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക? അതിനെ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ഇടുക. അപ്പോൾ നമ്മുടെ ഈ ഒരു എ എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2 zeros വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് മാറുമ്പോൾ ഈ 1 ആണ്, ഈ ബാക്കി കിടക്കുന്ന 4 1കളാണ് ഫ്രണ്ടിലേക്ക് കയറി വരിക. അപ്പോൾ നമ്മുടെ ആൻസർ ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 1കൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ തൊട്ട് പുറകെ ഈ 2 zeros ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കളഞ്ഞ 2 zeros കൂടെ ഇവിടെ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ നമ്മുടെ ഫൈനലി ഈ രീതിയിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക. 4 1ഉം 4 zeros ലെഫ്റ്റ് ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഇതേ കാര്യം തന്നെ നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുക. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ്സ് ആണ് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ആ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പം എ റൈറ്റ് ഷിഫ്റ്റ് 2 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 2 ഡിജിറ്റ്സുകൾ ഈ സൈഡിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 4 zeros-ഉം 4 1ഉം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ചെയ്യുക.
ബിറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഓപ്പറേഷൻസ്. ഇനി അടുത്തത് നോക്കുന്നത് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സാണ്. സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് കോമയുണ്ട്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, പോയിൻ്റർ ഉണ്ട്, ഡോട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. കോമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെപ്പറേറ്റ് ചെയ്ത് ഒന്നിലധികം വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ കോൾ ചെയ്യുന്ന സമയത്താണ്. സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ നമ്മൾ ഫംഗ്ഷൻസിനെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ സമയത്താണ് നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. പോയിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെമ്മറിയിലെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂ ആൻഡ് ഡിലീറ്റ് എന്ന് പറഞ്ഞുള്ള 2 ഓപ്പറേറ്റേഴ്സാണ്. ഇത് മെമ്മറിനെ അലോക്കേറ്റ് ചെയ്യാനും അലോക്കേറ്റ് ചെയ്ത മെമ്മറിനെ റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ന്യൂ ആൻഡ് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇത്രയാണ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇതോടുകൂടി നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ, ആ ഒരു ടോപ്പിക്ക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ 3 ക്ലാസ്സുകളോടുകൂടി നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.